രാത്രി ഉറക്കമൊഴിച്ച് വെറുമൊരു കാറ്റ് നിറച്ച പന്തിന് പുറകെ ഓടുന്ന 22 പേരെ നോക്കി സമയം കളയാൻ നിങ്ങൾക്ക് പിരാന്താണോ? നിങ്ങളുടെ സമയവും ആരോഗ്യവും വെറുതെ കളയുകയല്ലേ? ലോകകപ്പ് കാലത്ത് നമ്മളിൽ പലരും കേൾക്കുന്ന സ്ഥിരം ഒരു ചോദ്യമാണിത്. സമയം കളയാനുള്ള വെറും ഒരു വിനോദം മാത്രമായി ഫുട്ബോളിനെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫുട്ബോൾ എന്ന ലോകത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ, ഹിസ്റ്റോറിക്കൽ പാഠപുസ്തകത്തെ ഇനിയും വായിച്ചിട്ടില്ല എന്നാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് വെറുതെ കുറച്ചു പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു കളിയല്ല. അതൊരു വലിയ തത്വശാസ്ത്രമാണ്. മൈതാനത്തെ ഓരോ പാസിനും ഓരോ മൂവ്മെന്റിന് പിന്നിലും കൃത്യമായ ഗണിതമുണ്ട്. ഒരു ജനതയുടെ അതിജീവനത്തിന്റെ ടാക്ടിക്സുമുണ്ട്. ഓരോ ടീമും ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് അവരുടെ രാജ്യത്തിന്റെ സംസ്കാരം കൂടിയാണ്. ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രം തന്നെ എടുക്കുക. കൊളോണിയലിസവും ദാരിദ്ര്യവും നൂറ്റാണ്ടുകളോളം വേട്ടയാടിയ ഒരു ജനത തങ്ങളെ ഭരിച്ച സാമ്രാജ്യത്വ ശക്തികളോട് മൈതാനത്ത് വെച്ച് പകരം ചോദിച്ചതിന്റെ ചരിത്രമാണ് അവരുടെ ഫുട്ബോൾ. 1986 ലോകകപ്പിൽ ഫ്ലാക്കൻ യുദ്ധത്തിൽ തങ്ങളെ തോൽപ്പിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ മറഡോണ നേടിയ ആ ചരിത്ര ഗോൾ ഓർമ്മയില്ലേ? അവിടെയാണ് മറഡോണ വെറുമൊരു കളിക്കാരൻ മാത്രമായിരുന്നില്ല, ലോക മുതലാളിത്തത്തിനെതിരെയുള്ള മൊത്തം രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ പ്രതീകം കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് വാൾസ്ട്രീറ്റിലെ വൻകിട കോർപ്പറേറ്റ് മുതലാളിമാരെയും ആഫ്രിക്കൻ തെരുവുകളിലെ പട്ടിണി പാവങ്ങളെയും ഒരേ വികാരം കൊണ്ട് ഒരുമിപ്പിക്കുന്ന ലോകത്തെ ഒരേ ഒരു മാമാങ്കമുണ്ടെങ്കിൽ അത് ഫിഫ ലോകകപ്പ് മാത്രമായിരിക്കും. എന്നാൽ ഈ ഒന്നിപ്പിക്കലിന്റെ മറവിൽ നടക്കുന്ന വലിയൊരു ബിസിനസ് സാമ്രാജ്യമുണ്ട്. ലോകകപ്പ് എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളെ സംബന്ധിച്ച ഒരു കളിയല്ല, അതൊരു ഡാറ്റ മൈനിങ് ആണ്. ഒരേ സമയം 400 കോടിയോളം ജനങ്ങളുടെ അറ്റൻഷൻ കിട്ടുന്ന വലിയ പ്ലാറ്റ്ഫോം. ഇവിടെ ഗ്രൗണ്ടിലെ കളിയല്ല പ്രൊഡക്റ്റ്, സ്ക്രീനിന് മുന്നിലിരിക്കുന്ന നമ്മളാണ് പ്രൊഡക്റ്റ്. നമ്മുടെ ആ ശ്രദ്ധയാണ് അവർ ബ്രാൻഡുകൾക്ക് വിൽക്കുന്നത്. ഇനി ലോകകപ്പ് നടക്കുന്ന അമേരിക്കയിലേക്ക് വരാം. ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ ഫുട്ബോൾ എന്ന് പറയുന്നത് അത്ര ജനകീയമായ കളിയൊന്നുമല്ല. അവരുടെ പ്രധാന കളി ബേസ്ബോളും ബാസ്കറ്റ്ബോളും ഒക്കെയാണ്. ഫുട്ബോളിനെ അവർ വെറും ഒരു സോക്കർ എന്നാണ് വിളിക്കുന്നത് തന്നെ. എന്നിട്ടും എന്തിനാണ് അവർ ഈ ലോകകപ്പ് നടത്താൻ ഇത്ര ആവേശം കാണിക്കുന്നത്? അമേരിക്കക്ക് ഫുട്ബോളിനോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല, മറിച്ച് കോടിക്കണക്കിന് ഡോളറുകൾ വരുന്ന ഫിഫയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് മേൽ ഒരു കൺട്രോൾ കൊണ്ടുവരിക എന്ന് മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഫുട്ബോൾ ലോകത്തെ ഒന്നിപ്പിക്കുന്നു എന്നൊക്കെ ഫിഫ വലിയ വായിൽ പറയാറുണ്ട്. എന്നാൽ 2026 അമേരിക്കയിൽ നടക്കുന്ന ഈ ലോകകപ്പിൽ ഫിഫ എന്ന ബിസിനസ് ഭീമന് അമേരിക്ക നൽകിയിരിക്കുന്നത് സീറോ ടാക്സ് ഗ്യാരണ്ടിയാണ്. സാധാരണക്കാരൻ ടാക്സ് അടച്ചില്ലെങ്കിൽ ജയിലിൽ അടക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഒരു രൂപ പോലും നികുതി അടക്കാതെ കോടിക്കണക്കിന് ഡോളറുകൾ കൊണ്ടുപോകാനാണ് ഫിഫയ്ക്ക് അമേരിക്ക അനുമതി നൽകിയിരിക്കുന്നത് എന്നത് ഒരു വൈരുദ്ധ്യമാണ്. അമേരിക്കൻ ജനതയുടെ ടാക്സ് പണം ഉപയോഗിച്ചാണ് ലോകകപ്പിനുള്ള സകല സൗകര്യങ്ങളും ഒരുക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. 2015 ഇതേ ഫിഫയെ ഒരു ക്രിമിനൽ സംഘമെന്ന് വിളിച്ച് FBI കൊണ്ട് റെയ്ഡ് നടത്തിയ അമേരിക്കയാണ് ഇന്ന് അവർക്ക് വേണ്ടി തങ്ങളുടെ രാജ്യത്തെ നിയമങ്ങൾ പോലും മാറ്റി ചുവന്ന പരവതാനി വിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പണം സംസാരിക്കുമ്പോൾ അമേരിക്കക്ക് ശത്രുക്കൾ മിത്രങ്ങളാകും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. പണത്തിന് മുന്നിൽ ഫിഫയുടെ എല്ലാ വ്യവസ്ഥകൾക്കും തലയാട്ടുന്ന അമേരിക്ക പക്ഷേ ഫുട്ബോളിനെ ഒന്നിപ്പിക്കാൻ വരുന്ന സാധാരണക്കാരോട് ചെയ്യുന്നത്, അവരോട് കാണിക്കുന്നത് വലിയ വിവേചനവും ക്രൂരതയുമാണ്. ലോകം മുഴുവൻ ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഒരു വേദി അമേരിക്കൻ അതിർത്തികൾ പലർക്കു മുന്നിലും കൊട്ടിയടക്കപ്പെടുകയാണ്. മത്സരങ്ങൾക്കായി വന്ന ഇറാഖ്, സെനഗൽ പോലെയുള്ള രാജ്യങ്ങളിലെ ഫുട്ബോൾ താരങ്ങളെ അമേരിക്കൻ വിമാനത്താവളങ്ങളിൽ പരിശോധിച്ചത് കൊടും ക്രിമിനലുകളെ പരിശോധിക്കുന്നത് പോലെയാണ്. മയക്കുമരുന്ന് മാഫിയയെ പിടിക്കാൻ അമേരിക്കൻ ഡെസ്ക് ഉപയോഗിക്കുന്ന DEAയുടെ നായകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ താരങ്ങളെ അവർ പരിശോധിച്ചത്. പോരാത്തതിന് കളി നിയന്ത്രിക്കാൻ വന്ന സൊമാലിയക്കാരനായ റഫറി ഉമർ അർത്താറിന് അവർ വിസ പോലും നിഷേധിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഫിഫയുടെ കോർപ്പറേറ്റ് അധികൃതർക്ക് സീറോ ടാക്സ് അടക്കം നൽകി സ്വീകരിക്കുന്ന അമേരിക്കയാണ് ഒരു ഭാഗത്ത് സൊമാലിയൻ റഫറിക്കും ആഫ്രിക്കൻ ഏഷ്യൻ കളിക്കാർക്കും മുന്നിൽ രാജ്യസുരക്ഷയുടെ പേരും പറഞ്ഞ് വിവേചനം കാണിക്കുന്നത്. വർണ്ണത്തിന്റെയും പാസ്പോർട്ടിന്റെയും പേരിൽ മൈതാനത്തിന് പുറത്ത് ഇത്രയും വലിയ വംശീയത നടന്നിട്ടും തങ്ങളുടെ കോടികളുടെ ബിസിനസ് നഷ്ടപ്പെടാതിരിക്കാൻ ഫിഫ അമേരിക്കക്ക് മുന്നിൽ വാലാട്ടുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് നടന്നപ്പോൾ മനുഷ്യാവകാശത്തെ പറ്റി ഘോരഘോരം പ്രസംഗിച്ച പാശ്ചാത്യ മാധ്യമങ്ങളും ഫിഫയും ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഇരട്ടത്താപ്പിന് മുന്നിൽ പൂർണ്ണ നിശബ്ദരാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഫുട്ബോൾ കാണുന്നത് വെറുതെ സമയം കളയാനല്ല, ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും കോർപ്പറേറ്റ് മുതലാളിത്തവും സാമ്രാജ്യത്വവും എങ്ങനെയാണ് സാധാരണക്കാരായ ആളുകളെ അവരുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ കൂടിയാണ്. ഗാലറിയിലെ ആരവങ്ങൾക്കും ഗ്രൗണ്ടിലെ തന്ത്രങ്ങൾക്കും അപ്പുറം ഫിഫയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലും വൈറ്റ് ഹൗസിലും രൂപപ്പെടുന്ന ഈ യഥാർത്ഥ കളികൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഉറക്കത്തെക്കുറിച്ചും പന്തിന് പിറകെ ഓടുന്നതിനെ കുറിച്ചും ചോദിച്ചാൽ പറയുക,
ഞാൻ വെറുമൊരു കളിയല്ല കാണുന്നത്, മറിച്ച് ലോകരാഷ്ട്രീയം പഠിക്കുകയാണ് എന്ന്. ഫിഫയുടെയും അമേരിക്കയുടെയും ഈ രാഷ്ട്രീയ ഇരട്ടത്താപ്പുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ഒരു അറിവ് നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് സിനാൻ അബ്ദുൽ ഖാദർ സൈനിങ് ഓഫ്.